ലോകസഭയിൽ നടത്തിയ പരാമർശങ്ങൾ സഭയിൽ നിന്ന് നീക്കിയെങ്കിലും കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് മാധ്യമങ്ങൾ വഴിയും സഭയുടെ ചാനൽ വഴിയും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടത്. രാഹുലിനെ ലക്ഷ്യമിട്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും വിമർശനങ്ങൾ പല വഴിക്ക് വന്നുവെങ്കിലും പറഞ്ഞതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പറഞ്ഞത് വാസ്തവം മാത്രമാണെന്നും സത്യത്തെ ഇല്ലാതാക്കാനാവില്ലെന്നും രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മോദിയുടെ ലോകത്ത് സത്യം നീക്കം ചെയ്യാൻ കഴിയുമെന്നും എന്നാൽ യഥാർത്ഥ ലോകത്ത് സത്യമില്ലാതാക്കാനാവില്ലെന്നും രാഹുൽ ഗാന്ധി ഇന്നും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും രംഗത്ത് വന്നു. രാഹുലിൻ്റെ ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് BJPയുടെ തന്ത്രമാണെന്നും അഗ്നിവീർ, കർഷകരുടെ പ്രശ്നങ്ങൾ, പഴയ പെൻഷൻ പദ്ധതി തുടങ്ങി രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കുന്നു. എന്തായാലും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ രാഹുലിൻ്റെ പ്രസംഗം വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് ബജറംഗ് ദൾ പ്രവർത്തകർ അടിച്ചു തകർത്തിരിക്കുകയാണ്. തകർത്തതിന് പിന്നാലെ സംഭവത്തിൻ്റെ വീഡിയോയും VHP പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫീസിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളും ബജറംഗ് ദൾ പ്രവർത്തകർ നശിപ്പിച്ചു. അവരുടെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. രാഹുലിൻ്റെ പോസ്റ്ററുകൾ കറുത്ത മഷി ഉപയോഗിച്ച് വികൃതമാക്കുന്നതും കാണാം. ഹിന്ദു വിരോധി രാഹുൽ എന്ന ഹാഷ്ടാഗിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS എന്നിവരാണെന്ന് ഗുജറാത്ത് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ, നിയമസഭാ കോൺഗ്രസ് നേതാവുമായ അമിത് ചാവ്ദ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. Give me.